കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഇവിടെ നല്ല ശക്തമായിട്ടുള്ള കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. ഈ കാറ്റത്ത് മരം ഒടിഞ്ഞു വീണും മറ്റ് പല കാരണങ്ങളാലും ഇത്രയും ദിവസം നമുക്കിവിടെ കറണ്ടൊന്നും ഇല്ലായിരുന്നു. അത് കാരണം രാത്രിയൊന്നും നന്നായിട്ട് ഉറങ്ങാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തായാലും മഴയൊക്കെ നല്ലപോലെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ചെറുതായിട്ട് വെയിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് രാവിലെ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല പോലെ വെയിലടിക്കുന്നുണ്ടായിരുന്നു. മഴയൊന്ന് ചെറുതായിട്ട് മാറിയതുപോലുള്ള ഒരു കാലാവസ്ഥയാണ്. ഞങ്ങൾ എന്തായാലും ഇത്രയും ദിവസത്തെ ചെറിയൊരു ഫ്രസ്ട്രേഷനൊക്കെ ഒന്ന് മാറ്റാനായിട്ട് വയറ് നിറയെ ഫുഡ് കഴിച്ച് നല്ലപോലെ ഒന്ന് ഉറങ്ങി എഴുന്നേക്കാനായിട്ട് ഇന്നൊരു ഡിന്നറിന് പോകാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ഡിന്നർ കഴിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ പാളയത്തുള്ള റെസിഡൻസി ടവറിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാം. ഡിന്നർ കഴിക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് കഴിക്കണം എന്നൊക്കെയാണ് പറയാറ്. പക്ഷേ ഇന്നെന്തായാലും ആ പരിപാടി നടക്കില്ല. ഞാൻ കുറച്ച് ഹെവി ആയിട്ട് തന്നെയാണ് കഴിക്കുന്നതെന്ന്. എന്നാലേ ഒന്ന് കാര്യമായിട്ടൊക്കെ ഒന്ന് ഉറങ്ങി എഴുന്നേക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എല്ലാ സാധനങ്ങളും എടുക്കാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ റൈസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് മട്ടർ പനീറാണ്. അതിലെ പനീറിൻ്റെ ക്യൂബ്സ് മാത്രം എടുക്കാനാണ് കേട്ടോ ഞാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആവശ്യമില്ലാതെ ആ പട്ടാണിയും കൂടെ കയറി വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ആലു ബിന്ദി ഫ്രൈ ആണ്. ഉരുളക്കിഴങ്ങ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ചില്ലി ഗോബി ഡ്രൈ കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് മാക്സിമം ചില്ലി ഗോബി എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. റൈസും പനീറും ഗോപിയൊക്കെ കൊണ്ട് പ്ലേറ്റ് ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട്. ഇനി കൂടുതൽ എടുക്കാനായിട്ട് സ്ഥലമൊന്നുമില്ല. 2 പപ്പടവും കൂടെ എടുത്ത് നമുക്ക് നേരെ പോയി ഡിന്നർ കഴിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഡിന്നർ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഓൾറെഡി തന്നെ ഇവിടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അത് കാരണം ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ സീറ്റൊക്കെ ഓൾമോസ്റ്റ് റിസർവ്ഡ് ആയിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾ നേരത്തെ തന്നെ സീറ്റ് റിസർവ് ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ വന്ന ഉടനെ തന്നെ നമുക്ക് ഡിന്നർ കഴിക്കാനും പറ്റി. ഞങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനും പറ്റി. ഡിന്നർ കഴിച്ചതിന് ശേഷം ഉടനെ ഒരു യാത്ര അത്ര അങ്ങോട്ട് അടിപൊളിയൊന്നുമല്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ റിസപ്ഷനിൽ ഒരു അരമണിക്കൂർ വെറുതെ ഒന്ന് റെസ്റ്റ് ചെയ്യാനിരുന്നു. വെറുതെ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ ഉറക്കം വന്നു തുടങ്ങും. ആ ഉറക്കം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരു അരമണിക്കൂർ അവിടുത്തെ ലോഞ്ചിൽ വെയിറ്റ് ചെയ്തത്. അങ്ങനെ അധികം നേരമൊന്നും അവിടെ ഇരിക്കേണ്ടി വന്നില്ല. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല പോലെ ഒരു ഉറക്കം വന്നു തുടങ്ങി. ഈ ഉറക്കം കളയുന്നതിന് മുന്നേ തന്നെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ വീടെത്താറായപ്പോൾ ചെറുതായിട്ടൊരു ചാറ്റൽ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ മഴ ഉറയ്ക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് വീട്ടിലെത്തണം. നല്ല പോലെ ഒന്ന് ഉറങ്ങി എഴുന്നേക്കണം. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിരിക്കുമല്ലേ? ഞാനും ഇവിടെ അടിപൊളിയായിരിക്കുന്നു. അവിടെയും മഴയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇവിടെയും നല്ല പോലെ മഴയൊക്കെ ഉണ്ട്. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കര മഴയായിരുന്നു. മഴ പെയ്യുമ്പോൾ ഇവിടെയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മഴ പെയ്യുമ്പോൾ മാത്രമല്ല കേട്ടോ, ഇവിടെ എപ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കാർമേഘത്തിന് അടുത്തൂടെ പോയാൽ മതി, അല്ലെങ്കിൽ ചെറുതായി ഒരു കാറ്റ് നടിച്ചാൽ മതി, കറണ്ട് ഉടനെ പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ പിന്നെ മഴ പെയ്യുന്ന സമയത്ത് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. ഈ 1-1.5 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തപ്പോൾ ഒട്ടുമേ കറണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് രാത്രി നമുക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റത്തില്ല. അതായിരുന്നു. അങ്ങനെ ഒരു 3 ദിവസം രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. 3 രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ ഈ കോലത്തിലിരിക്കാൻ കാരണം ഇപ്പോൾ എഴുന്നേറ്റുള്ള സമയം ഇപ്പോൾ 5:30 ആയിട്ടുണ്ട്. ഇന്നലെ കുറച്ച് നേരത്തെ കിടന്നു. ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഡിന്നർ കഴിക്കാൻ പോയി. ഇന്നലെ ഒരു 11 മണിക്ക് ശേഷമൊന്നും അങ്ങനെ മഴ പെയ്തില്ല. രാവിലെ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. 11 മണിക്ക് ശേഷം അങ്ങനെ മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു. ചെറുതായിട്ടുള്ള ഒരു ചാറ്റൽ മഴ ഒരു 6 മണിക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ ഒരു ഡിന്നർ കഴിക്കാൻ പോയാലോ എന്ന് വിചാരിക്കുന്നു. ഒരാഴ്ച കൊണ്ട് അങ്ങനെ അത്ര ആക്റ്റീവൊന്നുമല്ല ഞങ്ങൾ. ചുമ്മാ മഴയും കറണ്ടില്ലാത്തൊരു ശോക അവസ്ഥയും ഫോണിൽ ചാർജ് അപ്പുറത്ത് കുഞ്ഞമ്മേരവിടെ ഇൻവെർട്ടറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ചാർജ് ചെയ്യാം, നമുക്ക് ആ ഒരു സൗകര്യമുണ്ട്. പക്ഷെ എന്നാലും ഇടയ്ക്ക് കറണ്ടൊക്കെ വന്നപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ചാർജ് ചെയ്തു മൊബൈൽ. അതുകൊണ്ട് മൊബൈൽ യൂസ് ചെയ്യുന്നതും വളരെ പിശുക്കിയാണ്. അങ്ങനെ ഇന്നലെ 11 മണിയൊക്കെ കഴിഞ്ഞപ്പം മഴ നല്ല കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇന്നലെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് റെസിഡൻസിൽ പോയി. അവിടെ ചെന്ന് 9 മണി 9:30 ആയപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ആ സമയത്ത് തന്നെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ മുഖത്തുള്ള ഒരു മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ലിപ്സ്റ്റിക്കൊക്കെ കിടക്കുന്നുണ്ട്. ഇതൊന്നും മാറ്റിക്കളയാതെയാണ് ഞാൻ കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ കുറച്ച് നേരത്തെ ഉറങ്ങിയതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ എണീറ്റു. മാത്രമല്ല ഇവിടെ പള്ളിയിൽ പാട്ടിടും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്. അവിടെ സൺഡേ രാവിലെ പാട്ടിടും. ആ പാട്ട് കേട്ട് ഞാൻ എൻ്റെ ഉറക്കവും പോയി. നന്നായി ഉറങ്ങി. പിന്നെ ഞാൻ ഉറങ്ങാൻ നിന്നില്ല. ഇനി ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എന്തായാലും ഒരു 10 മണി 11 മണിയൊക്കെ ആവും. അപ്പോൾ പിന്നെ എന്തായാലും എഴുന്നേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എഴുന്നേറ്റിട്ടിരിക്കും.
അതുപോലെ ഞാനിപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇന്നെന്തായാലും ഒരു 80% മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാര്യം കട്ടപ്പുക. മഴ പെയ്യുമ്പോൾ എന്തായാലും ഇവിടെ കറണ്ട് പോകും. അപ്പം കറണ്ട് പോകുന്നതിന് മുന്നേ ഞാനിപ്പോൾ എഴുന്നേറ്റ ഉടനെ തന്നെ മൊബൈലെല്ലാം ചാർജ് ചെയ്യാൻ വെച്ചു. അതുപോലെ കിച്ചണിൽ കയറി കുടിക്കാനുള്ള വെള്ളവും ചൂടാക്കി. അത്രയും ചെയ്തിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഇനി പുറത്ത് നോക്കിയാൽ കണ്ടോ, നല്ല ഇരുട്ടാണ്, നല്ല ഇരുട്ടാണ്. ഒരു 6 മണി 6:15 ആകുമ്പോൾ ചെറുതായിട്ട് വെളിച്ചം വന്ന് തുടങ്ങും. അപ്പോൾ നമുക്ക് പുറത്ത് കുറച്ച് ജോലികളൊക്കെ ചെയ്യാനുണ്ട്. ഇനി പുതിയൊരു വിശേഷം എന്ന് പറയുന്നത്, നമ്മൾ 2 പെറ്റ്സിനെ വാങ്ങിയതാണ്. ആൻറ്റി വാങ്ങിയതാണ്. അപ്പോൾ ഒരു 1.5 ആഴ്ച അവർ നോക്കി. എന്നാലും അവിടെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതൊന്ന് വിറ്റ് കൊടുക്കാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചതാണ്. പക്ഷേ 2 ആഴ്ച നമ്മൾ നോക്കിയപ്പോൾ തന്നെ നമുക്കിത് കൊടുക്കാനുള്ള മനസ്സും തോന്നില്ല. മാത്രമല്ല ആരും അങ്ങനെ വേണം എന്ന് പറഞ്ഞ് അന്വേഷിച്ച് വന്നതുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 2 ആഴ്ചയോളം നമ്മൾ അവരെ നോക്കിയപ്പോൾ നമുക്ക് അവരോട് ഭയങ്കര ഇഷ്ടം തോന്നി. നമുക്ക് ഓൾറെഡി 2 പെറ്റ്സ് ഉണ്ട്. ഒന്ന് പോമിയും ഒന്ന് നാടനുമാണ്. ഇപ്പോൾ വാങ്ങിയ 2 പപ്പീസ് എന്ന് പറയുന്നത് ഒന്ന് പോമിയും ഒന്ന് ഏതാണ് ബ്രീഡെന്ന് അറിഞ്ഞുകൂടാ. ഒന്ന് ലാബ് ആണെന്നാണ് തോന്നുന്നത്. അത് ക്രോസ് ആണോ ഒറിജിനൽ ബ്രീഡാണോ എന്ന് അറിഞ്ഞുകൂടാ. അതിന് വളർന്നു വരുമ്പോഴേ അറിയാവൂ. അങ്ങനെ അതുകൊണ്ട് ഏത് ബ്രീഡാണെന്നത് അറിഞ്ഞുകൂടാ. അപ്പോൾ 2 പപ്പീസ് ഉണ്ട്. അപ്പം ഓൾറെഡി ഈ 2 ആൾക്കാരെ നമുക്ക് നോക്കണം. അതിനോടൊപ്പം ഇപ്പോൾ 2 കുഞ്ഞു പപ്പീസ് കൂടെ ഉണ്ട്. അപ്പോൾ അവരെ 3 നേരം നമ്മൾ ഫുഡ് കൊടുക്കാനും ബേസിക്കായിട്ടുള്ള ഒബീഡിയൻസ് പഠിപ്പിക്കാനും ടോയ്ലറ്റ് മാനേഴ്സൊക്കെ പഠിപ്പിക്കാനും അവരുടെ അഗ്രഷനൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടുള്ള ചെറിയ ട്രെയിനിങ് ഒക്കെ നമ്മൾ യൂട്യൂബ് നോക്കി ചെയ്ത് അവരെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് 2 ആഴ്ചയായിട്ടുണ്ട്. പിന്നെ എന്താണ്, അപ്പോൾ അവന്മാരെ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇവന്മാർ താനെ എഴുന്നേറ്റിട്ട് കൂട്ടിൽ നിന്ന് തന്നെ വിളിച്ചു തുടങ്ങും, ബഹളം വെച്ച് തുടങ്ങും. അപ്പോൾ ഇപ്പം നമുക്ക് അലാറം വേണ്ട എഴുന്നേക്കാനായിട്ട്. അപ്പോൾ അനൂപ് തന്നെയാണ് രാവിലെ എഴുന്നേറ്റ് അവരെ ടോയ്ലറ്റ് മാനേഴ്സൊക്കെ പഠിപ്പിക്കുന്നതും രാവിലത്തെ ഫുഡൊക്കെ കൊടുക്കുന്നതും. അങ്ങനെ ഉച്ചയ്ക്ക് അനൂപില്ലാത്തതുകൊണ്ട് ഞാനാണ് ഫുഡൊക്കെ കൊടുക്കുന്നത്. വൈകിട്ട് ഞങ്ങൾ 2 പേരും കൂടെ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അവരെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിശേഷം. പിന്നെന്താണ്, ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പുറത്ത് പോയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുത്തിട്ട് പിന്നെ ബാത്റൂമിലൊക്കെ പോകാനായിട്ടൊന്ന് ആക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അമ്മമാർക്കുള്ള ഫുഡ് റെഡിയാക്കാൻ പോവാണേ. അമ്മ എഴുന്നേറ്റ് നല്ല ബഹളമായി. ഇനി ഫുഡ് റെഡിയാക്കണം. 2 പേർക്കുള്ള പെഡിഗ്രി. ഇത്രയും പെഡിഗ്രിയാണ് എടുത്തിരിക്കുന്നത്. ഇത് പെഡിഗ്രിയാണ്. ഇതിലിനി കുറച്ച് പാലൊഴിക്കണം. ഇതിൽ കുറച്ച് പാലൊഴിക്കണം. കണ്ടോ, ബഹളം കേൾക്കണുണ്ടോ? അമ്മമാരെ ബഹളമാണ്, ഒരു രക്ഷയില്ല. രാവിലെ തുടങ്ങും, കൊല്ലാൻ വിളിക്കണമെന്ന്. പാല് ചിങ് പാല്. ഓക്കെ, പാല് കുറച്ച് നേരം കുതിർക്കണം. പാലിൽ ഇത് കുറച്ച് നേരം കുതിർന്ന് വരണം. പാലിൽ ഇതിട്ട് കുറച്ച് നേരം കുതിർത്തെടുക്കണം എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കൊടുക്കണം. എല്ലാ ദിവസവും രാവിലെ അനൂപാണ് കൊടുക്കണം. ഈ പാത്രത്തിലല്ല കൊടുക്കുന്നത് കേട്ടോ. ഇതിന്ന് അതിലോട്ട് മാറ്റിയാണ് കൊടുക്കുന്നത്. ആദ്യം പാല് മുഴുവനും കുടിച്ച് തീർക്കും, എന്നിട്ട് ഇത് ലാസ്റ്റേ കഴിക്കുള്ളൂ. നമ്മൾ കൊണ്ടുപോകണം. കണ്ടോ ബഹളം കണ്ടോ? കൊലവിളിയാണ്. അറുക്കാൻ കൊണ്ടുപോകണത് പോലെ വിളിക്കണതാണ്. ഇല്ല, തുറക്കണ്ട. പാത്രം അങ്ങനകത്ത് വെച്ച് കൊടുത്താൽ മതി. പാത്രത്തിൻ്റെ കഴിവ്. ഇതാണ് എൻ്റെ സുന്ദരികൾ. കണ്ടോ എൻ്റെ സുന്ദരികളെ? കണ്ടോ? വരണം. ഹായ് ഹായ്. ഇത് സുന്ദരിയാരി. ഇതിൽ സുന്ദരിയാരി. ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന കാറ്റിലും മഴയത്തും ഈ മുറ്റത്തൊക്കെ നല്ലപോലെ ഇലകളും ചവറും കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത ജോലി. ഇനി നമുക്ക് 2 പേരൊന്ന് പരിചയപ്പെടാം. ഇതാണ് വിസ്കി. ഇവൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ദാ ഈ മതിലിൽ കൂടെ ഇങ്ങനെ പതുങ്ങി നടന്നു പോകുന്നത്. ഒരേ വീട്ടിൽ തന്നെയാണ് വളരുന്നതും ഒരേ പാത്രത്തിൽ നിന്ന് തന്നെയാണ് ആഹാരം കഴിക്കുന്നതും. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഇവർക്ക് തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. പരസ്പരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഇവർ തമ്മിലുള്ളൂ. അതെന്തായാലും അവർ തീർക്കട്ടെ. നമുക്കെന്തായാലും നമ്മുടെ ജോലി ഇന്ന് ചെയ്ത് തീർക്കാം.
സമയം ഇപ്പോൾ 7:45 ഞങ്ങൾ കുറച്ച് ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞ കേട്ടോ. ഇവിടെ ഈ ഇൻ്റർലോക്കിൽ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെ ഈ പോർഷനിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്നും വൃത്തിയാക്കിയില്ലായിരുന്നു. അതായത് പുല്ലൊന്നും എടുത്ത് കളഞ്ഞില്ലായിരുന്നു. നമ്മൾ വൃത്തിയാക്കിയത് നമ്മുടെ ഗേറ്റിൻ്റെ അങ്ങോട്ടുള്ള വഴിയാണ്. ഇവിടെയാണ്, ഈ ബാക്ക് സൈഡിലാണ്. അപ്പോൾ ഇന്ന് ഇവിടെയും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് വൃത്തിയാക്കണത്. അല്ലാതെ അനുവ് മാത്രമല്ല, ഞാനും ഉണ്ട്. അനുവാണ് കൂടുതലും റിസ്ക് എടുക്കുന്നത്. ഇനി ചെയ്യാനുള്ളത് കുറച്ച് ജോലിയും കൂടെ ഉണ്ട്. പക്ഷെ കുറച്ച് ജോലിയാണെങ്കിൽ അത് ഒരുപാട് നേരം ചെയ്യാനുള്ള ജോലിയും കൂടെയാണ്. ഇവിടെ ഇത്രയും പോർഷൻ കണ്ടോ, ഇത് ഇത്രയും കൂടെയാണ് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത്. ഇവിടെ ഇത്രയും കാടായി പോകാൻ കാരണം നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഇത്രയും പോർഷനിൽ പുല്ലെടുത്ത് വരുമ്പോൾ ലാസ്റ്റ് ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ മടിക്കും. അങ്ങനെ ഇവിടെ നമ്മളൊന്നും ക്ലീൻ ചെയ്യാറില്ല. അതുകൊണ്ട് ഇതിങ്ങനെ കിടന്ന് കുറച്ച് കൂടുതൽ പുല്ലായി മാറി. എന്നിട്ട് ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഈ കാണുന്ന ഈ ചെടി ഇത് തന്നെ, ഈ ഒരു ചെടി ഉണ്ടല്ലോ, അതിനെ പിടിച്ചാൽ അത് വരേയില്ല. അത് ഒടിഞ്ഞും അതിൻ്റെ ബാക്കി വേറെ അവിടെ ഇരുന്നാണ് പൊടിക്കുന്നത്. അത് ഒരിക്കലും അതിൽ നിന്ന് മൂടോടെ അങ്ങ് പിഴുത് വരത്തില്ല. കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് പിഴുത് വരത്തില്ല. അതാണ് പാട്. അതാണ് നല്ല സമയം എടുക്കുന്നത്. കൈ നല്ല വേദനിക്കും. നമ്മൾ ഇത്രയും കൂടെ ചെയ്തിട്ട് വരാം. ക്യാരറ്റ്, പച്ചമുളക്, പിന്നെ സവാള ഇത്രയും കൂടെ അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. മഴക്കാലം ഇപ്പോൾ തുടങ്ങിയതുകൊണ്ട് വീടിന് ചുറ്റും പെട്ടെന്ന് തന്നെ പുല്ലൊക്കെ പൊടിച്ച് തുടങ്ങുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് ഇലകളൊക്കെ വീണ് വീടിന് ചുറ്റും ഒരുപാട് ചവറ് കൊണ്ടും നിറയുന്നുണ്ട്. ഇത് വലിയൊരു ബുദ്ധിമുട്ടായി മാറാതിരിക്കാനായി ചില ദിവസങ്ങളിൽ രാവിലെ തന്നെ വീടിന് ചുറ്റും വൃത്തിയാക്കാനായി കുറച്ച് സമയം ഞങ്ങൾ മാറ്റിവെക്കാറുണ്ട്. രാവിലെ തന്നെ നമ്മൾ കുറച്ച് എനർജറ്റിക് ആയിട്ടും പ്രൊഡക്റ്റീവായിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം നമ്മൾ അറിയാതെ തന്നെ കുറച്ച് കൂടുതൽ ആക്റ്റീവാണെന്ന് നമുക്ക് തോന്നും. മടി പിടിച്ചിരിക്കാതെ എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് തന്നെ ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിന് ഒരു പവർ കിട്ടും. അങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു മോർണിംഗ് ആയിരുന്നു ഇന്ന്. തുടർച്ചയായിട്ടുള്ള മഴയും പവർ കട്ടും കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഒരു കാര്യങ്ങളും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ ഒരു മടി പിടിച്ച സാഹചര്യത്തിൽ നിന്ന് വളരെ പതുക്കെ ഞങ്ങൾ കുറച്ച് പ്രൊഡക്റ്റീവായിട്ടും ആക്റ്റീവായിട്ടും വരുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്കൊന്ന് പുറത്തോട്ടൊന്ന് പോയി കറങ്ങിയിട്ട് വരാം. ഇന്ന് സൺഡേ ആണ്. മിക്ക സൺഡേസിലും നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് പോയി യാത്രയൊക്കെ ചെയ്തിട്ട് വരാറുണ്ട്. ഇന്നെന്തായാലും നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. കാരണം എപ്പോൾ വേണോ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഞാനൊന്ന് വെതർ നോക്കിയപ്പോൾ ഇന്ന് 80% മഴ പെയ്യാനുള്ള ചാൻസാണ് കാണിക്കുന്നത്. അതും വൈകുന്നേരം. ഈ മഴയത്ത് അങ്ങനെ റിസ്ക് എടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഒട്ടുമേ താല്പര്യമില്ല. അതുകൊണ്ട് ചെറിയ യാത്രകളൊക്കെ ഞങ്ങൾ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. സമയം ഇപ്പോൾ 1:30 കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിട്ടല്ല നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത്. ഇപ്പോൾ എന്തായാലും നല്ലപോലെ വിശപ്പ് തോന്നുന്നുണ്ട്. ആദ്യം നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ടൊന്ന് കഴിക്കാം. അതിനുശേഷം നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം എങ്ങോട്ടൊക്കെ പോകണം എന്ന്. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ തൊട്ടടുത്തായിട്ടുള്ളൊരു കടയിൽ ഒരുപാട് നല്ല ഷർട്ട്സിൻ്റെ കളക്ഷൻസ് ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി തോന്നി. എന്തായാലും പുതിയതായിട്ട് കണ്ടൊരു കടയും കൂടെയാണ്. ഞങ്ങൾ അവിടെ ഒന്ന് കയറി അവിടുത്തെ ഷർട്ട്സിൻ്റെ കളക്ഷൻസൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ബക്രീദ് ആയതുകൊണ്ട് പുതിയ കളക്ഷൻസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഒരെണ്ണം വാങ്ങണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ അല്ല ഞങ്ങൾ കയറിയത്. ഷർട്ട്സിൻ്റെ കളക്ഷൻസൊക്കെ ഒന്ന് നോക്കാം എന്നുള്ള രീതിയിലാണ് കയറിയത്. പക്ഷേ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് 2-3 ഷർട്ട്സ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ പ്ലാൻ ഏതെങ്കിലും ഒരു സിനിമ കാണാം എന്നുള്ളതാണ്. കാരണം വൈകുന്നേരം എന്തായാലും നല്ലപോലെ മഴ കാണും. പുറത്തോട്ടെങ്ങും നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നേരെ നമുക്ക് മോളിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. സിനിമ കാണാനായിട്ട് ഞങ്ങൾ MOTയിലേക്കാണ് വന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഏത് സിനിമ കാണാം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തത്. മിനിമം ഒരു 10 മിനിറ്റെങ്കിലും എടുത്ത് കാണും ഏത് സിനിമ കാണണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട്. അവസാനം ഞങ്ങൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ കാണാം എന്നുള്ളൊരു തീരുമാനത്തിലായി. ഇതുവരെയും അതിൻ്റെ സീരീസ് ഒന്നും തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ അവിടെ ഐസ്ക്രീം കൗണ്ടറിലായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്കും നല്ലപോലെ കൊതി തോന്നി. എന്നാൽ പിന്നെ ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഇന്നത്തെ വിശേഷങ്ങൾ ഇതെല്ലാമായിരുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. മാത്രമല്ല ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.